ചുംബനം. അതിമനോഹരമായ പദം. പദത്തേക്കാൾ മനോഹരമായ അനുഭവം. ദാമ്പത്യത്തെ സ്നിഗ്ധമാക്കുന്ന ദൈവിക അനുഗ്രഹം. കേരളത്തിൽ ഇത് സമരചുംബനങ്ങളുടെ കാലം. ഇണകൾ തമ്മിലുള്ള ആസ്വാദനം തെരുവിലെ സമരമുറയാക്കുന്നതിന് പിന്നിലെ താൽപ്പര്യമെന്താണ്? ഫാഷിസത്തിന്റെ സാംസ്കാരിക ഷോവനിസത്തെ തോൽപ്പിക്കാനല്ല തെരുവ് ചുംബനങ്ങൾ ശ്രമിക്കുന്നത്. മറിച്ച് മനുഷ്യന് സദാചാര നിയമങ്ങൾ ആവശ്യമില്ലെന്ന് പഠിപ്പിക്കാനാണ്. ഭൗതികവാദം ആശയപ്രചരണത്തിന്റെ പുതിയ വഴികൾ തേടുകയാണ്. ചാർവാകനും ഡേവിഡ് ഹ്യൂമും നീറ്റ്ഷേയും മാർക്സും റസലും സിമൺ ദി ബൊവയും ചുടുചുംബനങ്ങളായി പുനരവതരിക്കുന്നു. സദാചാരത്തിന് ചിതയൊരുക്കാനുള്ള തത്രപ്പാടുകൾ. മനുഷ്യൻ മൃഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള അംഗപ്പുറപ്പാട്. വിവാഹേതര ലൈംഗികത തിന്മയല്ലെന്ന പ്രഖ്യാപനം. ചുംബന സമരം ഒരു പാവനാടകമാണ്. സാമ്രാജ്യത്വമാണ് പിന്നണിയിൽ ചരടുവലികൾ നിയന്ത്രിക്കുന്നത്. വിവാഹേതര രതിയെ സിദ്ധാന്തവൽക്കരിച്ച് മലയാളി മനസ്സിനെ പടിഞ്ഞാറുവൽക്കരിക്കുകയാണ് മുതലാളിത്തം. സെക്സ് ടൂറിസത്തിന്റെ ശംഖനാദം മുഴങ്ങുകയാണ് നാട്ടിൽ. അപകടങ്ങൾ ഒരു വിളിപ്പാട് മാത്രം അകലെയാണ്. എന്നിട്ടും ആരും മൗനത്തിന്റെ പുറന്തോട് പൊട്ടിക്കുന്നില്ല. ഉദാര ലൈംഗികതയുടെ പ്രഭാതത്തിലെ ഇളം വെയിൽ കാഞ്ഞുറങ്ങുകയാണ് സകലരും. തുറന്ന രതി അതിന്റെ തൽസ്വരൂപം കേരളത്തിൽ പ്രദർശിപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. ആ നട്ടുച്ചയുടെ ചൂട് അന്ന് നാടും നാട്ടുകാരും അറിയും. കുടുംബമെന്ന തണൽ വൃക്ഷം മുറിച്ചു മാറ്റപ്പെടും. പെണ്ണും കുഞ്ഞും നിലവിളിക്കും. പുരുഷൻ അസംതൃപ്തിയുടെ ഉടൽ രൂപമാകും. വൃദ്ധന്മാർ തെരുവിലലയും. സാമ്രാജ്യത്വം ദൂരക്കാഴ്ചയുടെ കണ്ണുകെട്ടുകയാണ്. മാനിഷാദ പറയാൻ നട്ടലുള്ളവരുടെ വായടയ്ക്കുകയാണ്. ചുംബന സമരക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ തലമുറയെയാണ്. സദാചാര നിഷേധമാണ് വിമോചനമെന്ന് പഠിപ്പിക്കപ്പെടുകയാണ് ക്യാമ്പസുകൾ. അശ്ലീലത്തിന്റെ ഊടുവഴികളിൽ തപസ്സിരിക്കാൻ പരിശീലിപ്പിക്കപ്പെടുകയാണ് പ്രൊഫഷണൽ യുവത്വം. ഇടപെടൽ അനിവാര്യമായ ഈ ദുർഘടസന്ധിയിൽ എം ഇടപെടുകയാണ്. എമ്മിന് മുഖവുരകൾ ആവശ്യമില്ല. കേരള മുസ്ലിം നവോത്ഥാനത്തിന് കൊടിപിടിച്ച കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിദ്യാർത്ഥി വിഭാഗം കലാലയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ധർമ്മബോധനങ്ങളുമായി കടന്നു ചെല്ലുകയെന്ന ദുഷ്കരമായ ദൗത്യമാണ് 4.5 പതിറ്റാണ്ട് കാലമായി മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികവാദം, അന്ധവിശ്വാസം, തീവ്രവാദം, അരാഷ്ട്രീയത, കരിയറിസ്റ്റ് സ്വാർത്ഥത, അക്രമസമരം, ലഹരി, അവിശുദ്ധ ലൈംഗികത, എല്ലാ സാമൂഹ്യ വിപത്തുകളുടെയും വിഷവേരുകൾ പടർന്നിട്ടുള്ള കേരളീയ കലാലയ വളപ്പുകളിൽ നന്മയ്ക്കു വേണ്ടി അവിരാമം അടരാടി. ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ, ഭൈഷണിക സംവാദങ്ങൾ, ആനുകാലികങ്ങൾ, ലഘുലേഖകൾ, പുസ്തകങ്ങൾ, പഠനശിബിരങ്ങൾ, സെമിനാറുകൾ, സമ്മേളനങ്ങൾ. സംഭവബഹുലമായിരുന്നു എമ്മിന്റെ ഇന്നലകൾ. അത്ഭുതകരമായ മാറ്റങ്ങളാണ് അവ സൃഷ്ടിച്ചത്. ഇന്ന് പക്വമായ ഒരു ഇസ്ലാമിക കൗമാരം മലയാളി ക്യാമ്പസ് സമൂഹത്തിന്റെ മുഖ്യധാരാ പരിച്ഛേദങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നത് നടത്തിയ ഇടപെടലുകളുടെ ഫലമായിട്ടാണ്. ക്യാമ്പസ് ആക്ടിവിസത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞിരുന്നു. മസ്തിഷ്ക വൈഭവം, സാമ്പത്തിക ഭാവി, കുത്തനെ വർദ്ധിക്കുന്ന അഡ്മിഷൻ നിരക്ക്. ഭാവി കേരളത്തിന്റെ ദിശ നിർണയിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാർത്ഥികളെ നോട്ടമിട്ടിരുന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾക്കുമേൽ അടയിരുന്ന് വർണ്ണശബളിമയുള്ള ഇരകൾ കോർത്ത് ചൂണ്ടകൾ നീട്ടിപ്പിടിച്ചവരും അവർക്കിടയിലുണ്ടായിരുന്നു. പ്രൊഫഷണൽ കൗമാരത്തിന്റെ ധാർമ്മികവൽക്കരണം എന്ന നിസ്വാർത്ഥമായ അജണ്ടയുമായി ഇതിനെല്ലാമിടയിൽ കാലുറപ്പിച്ചു നിന്നു. പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം, നല്ല മനുഷ്യരുടെ പിന്തുണ. ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മുഖ്യധാരാ സാന്നിധ്യമാണ്. അടിച്ചുപൊളിയുടെ പ്രലോഭനങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും സ്വവർഗരതിയുടെയും തോന്നിവാസത്തിന്റെയുമെല്ലാം കുപ്പായങ്ങൾ മാറി മാറിയിട്ട് നൃത്തം ചെയ്യുമ്പോൾ മനസ്സ് പതറാതിരിക്കാൻ കേരളത്തിലെ മുസ്ലിം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരളവ് വരെ ധൈര്യം നൽകിയത് ആണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ഇസ്ലാമികമായി സംസ്കരിക്കുന്നതിനു വേണ്ടി മാത്രം വർഷം തോറും ത്രിദിന സമ്മേളനങ്ങൾ പ്രോഫ്കോൺ എന്ന പേരിൽ സംഘടിപ്പിക്കാനുള്ള ആലോചന നടത്തുന്നത്
2 പതിറ്റാണ്ട് മുമ്പാണ്. ഇന്ന് പ്രോഫ്കോൺ കേരളത്തിന്റെ സ്വന്തമാണ്. സെഷനുകളുടെ വൈജ്ഞാനിക നിലവാരം കൊണ്ട്, പ്രഗത്ഭരായ അതിഥികളുടെ സാന്നിധ്യം കൊണ്ട്, കണിശമായ ആസൂത്രണം കൊണ്ട് പ്രോഫ്കോൺ മറുവാക്കില്ലാത്ത ഇസ്ലാമിക പ്രൊഫഷണൽ സമ്മേളനമായി ഇതിനകം മാറിക്കഴിഞ്ഞു. ഓരോ പ്രോഫ്കോണും പ്രതിനിധികൾക്ക് മധുര അനുഭവങ്ങളുടെ നിത്യഹരിത സ്മരണയായി മാറി. അൽഹംദുലില്ലാ, എനിക്ക് പങ്കെടുക്കാൻ പറ്റി. വളരെ ഇഷ്ടമായി. ഓരോ ക്ലാസ്സും വളരെ വളരെ നല്ലതായിരുന്നു. അതായത് എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു ദാഹം ഉണ്ടാവുമല്ലോ, ഒരു അറിവിന് വേണ്ടിയിട്ടുള്ള. അതായത് ഇന്നതൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതെന്താ അവിടെ ഒരു ക്ലിയർ ആവത്തെ, അതൊന്നും ശരിയാണല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ക്ലാസ് കറക്റ്റായിട്ട് കിട്ടും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് നെയിം മറന്നുപോയി, ആ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ. അതിൽ ആ 1% ചേഞ്ചിൻ്റെ കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും, ആ ചെറിയ കാര്യമല്ലേ, അതങ്ങനെ നിൽക്കട്ടെ. ശരിക്കും ആ 1% ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടുന്നുള്ളൂ. പിന്നെ എല്ലാവരും ആൾക്കാരുടെയും, പിന്നെ മുഫ്തി മാൻകിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സത്യത്തിൽ പ്രോഫ്കോൺ ഒരു മാസമൊക്കെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇപ്പോൾ പ്രോഫ്കോൺ വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ സംശയം ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. Alhamdulillah, these last 3 days have been the best 3 days of my life. I really learnt a lot. I made very good friends. Inshallah, may Allah make friends in Jannah also. പ്രോഫ്കോൺ അവർക്ക് ലക്ഷ്യബോധമുണ്ടാക്കി, അവരെ സംസ്കരിച്ചു, അവരെ സക്രിയരും സജീവരുമാക്കി, അവരുടെ ധർമ്മബോധത്തിന് കാവൽ നിന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പ്രോഫ്കോണിന്റെ ഫലപ്രാപ്തിക്ക് സാക്ഷി പറയാറുണ്ട്. ഞാൻ റീത്തു, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ്. ഈ പ്രോഫ്കോണിനെ കുറിച്ച് കേൾക്കാനും അറിയാനും സാധിച്ചത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. അപ്പോൾ എനിക്ക് വരാൻ നല്ല താല്പര്യം തോന്നി. അങ്ങനെയാണ് ഇവിടെ വന്നത്. വരുന്നതിന് മുന്നേ തന്നെ വേറെ പല ഫ്രണ്ട്സും പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ, ഇതൊരു ഇസ്ലാമിൻ്റെ പല ഭാഗങ്ങളായി ഈ മുജാഹിദ് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് നടത്തുന്നത്. അവരുടെ രീതിയിലുള്ള കാര്യങ്ങളാവും പറയുക. പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്ന ഒരു പേര് മാത്രമാവും ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു ആവില്ല, കാരണം ഞാൻ പോയി നോക്കട്ടെ, അവിടെ മതപരമായിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം എനിക്ക് യൂസ്ഫുൾ ആയത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പ്രസ്ഥാനത്തിൻ്റെ കുറിച്ച് ഒന്നുമല്ല, നമ്മുടെ മനുഷ്യരെന്താണ്, മതം എന്താണ്, സൃഷ്ടാവ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളതും. അതിന് എനിക്ക് നാളെ പറയാൻ പറ്റും അവരുടെ ഇടയിൽ ചെന്നിട്ട്. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പ്രോഗ്രാം അല്ല. കാരണം അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ പല പണ്ഡിതന്മാരും വന്ന് പറഞ്ഞു തന്നത് ഞാൻ ഉൾക്കൊണ്ടും ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. MSM സംഘടിപ്പിക്കുന്ന 19ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ ആണ് 2015 മാർച്ച് 13, 14, 15 തീയതികളിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ പറുദീസകളിലൊന്നായ കൊല്ലത്ത് വെച്ച് നടക്കാനിരിക്കുന്നത്. ഉദാര ലൈംഗികതയുടെ മുതലാളിത്ത പാഠങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ സമർത്ഥമായി വിതരണം ചെയ്ത് തുറന്ന രതിക്ക് കേരളത്തിൽ ചുവപ്പ് പരവതാനി വിരിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമാകുമ്പോൾ, സ്ഥലത്തിനും കാലത്തിനും അപ്പാടെ ഭ്രാന്ത് പിടിക്കുമ്പോൾ, ജീവിത വിശുദ്ധിയുടെ ഇസ്ലാമിക മൂല്യങ്ങൾ പുതുതലമുറയെ താത്വികമായും പ്രായോഗികമായും ബോധ്യപ്പെടുത്താൻ വലിയ ഇടപെടലുകൾ ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ 19ാമത് പ്രോഫ്കോണിന്റെ തീം സദാചാര നിഷേധം വിമോചനമല്ല, സർവനാശമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് MSM. പ്രോഫ്കോണിലും പ്രോഫ്കോണിന്റെ മുന്നോടിയായി നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിന്റെ സദാചാര ദർശനത്തിന്റെ മൗലികത MSM വൈജ്ഞാനികമായി സമർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാറ്റിലും കോളിലും ഉലയാതെ നിൽക്കാൻ 100 കണക്കിന് പ്രൊഫഷണലുകളെ അത് പ്രാപ്തമാക്കും. താങ്കളുടെ ഐക്യദാർഢ്യം, പ്രാർത്ഥന, പ്രോത്സാഹനം ഈ മഹൽ സംരംഭത്തിൽ MSMനുണ്ടാകും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. കാലം കാത്തിരിക്കുന്ന പ്രൊഫഷണൽ മഹാസംഗമത്തിൽ ഒരു കണ്ണിയായി ചേരാൻ താങ്കളെയും ക്ഷണിക്കുന്നു ഹൃദയപൂർവം.